ഇന്ത്യൻ സിനിമയെ തന്നെ റീഡിഫൈൻ ചെയ്ത, അന്നേ വരെ കണ്ട സിനിമാറ്റിക് വിഷ്വൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡുകളെ കുത്തനെ ഉയർത്തിയ, റെക്കോർഡുകൾ കൊണ്ട് പുതുചരിത്രം സൃഷ്ടിച്ച സിനിമ. VFXും CGയും യൂസ് ചെയ്ത് ഗ്രാൻഡ് സ്കെയിലെത്തുന്ന സിനിമകൾ വിരളമായിരുന്ന കാലത്ത് അത്രമേൽ പെർഫെക്റ്റായി അതിനെ യൂട്ടിലൈസ് ചെയ്ത് വണ്ടർ അടിപ്പിച്ച പടം. ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സിനുള്ള ഉത്തരത്തിനായി രാജ്യത്തെ മൊത്തം മുൾമുനയിൽ നിർത്തിയ ക്ലാസിക്. വിശേഷണങ്ങൾ ഏറെയാണ് രാജമൗലിയുടെ ബാഹുബലിക്ക്. രാജ്യത്ത് പുറത്തിറങ്ങിയ ബ്രഹ്മാണ്ഡ സിനിമകളുടെ തലതൊട്ടപ്പനാണ് ബിഗിനിങ്ങും കൺക്ലൂഷനും. ലോകത്തെല്ലായിടത്തും ബാഹുബലി സാഗ അലയടിച്ചിരുന്നു. SSRന്റെ വിഷനെ തന്റെ താരശരീരത്തിലൂടെ പ്രഭാസ് അവതരിപ്പിച്ചപ്പോൾ ബാഹുബലി എന്ന പേര് തെലുങ്കിനപ്പുറം ഇന്ത്യൻ സിനിമയുടെ ഐഡന്റിറ്റി കൂടിയായാണ് മാറിയത്. വർഷങ്ങൾക്കിപ്പുറം ബാഹുബലി റീറിലീസിന് എത്തുകയാണ്. രണ്ട് ഭാഗങ്ങളെയും ഒത്തുചേർത്തൊരു എപ്പിക് തിരിച്ചുവരവ്. ശക്തമായ കഥയുടെ, ആഴമുള്ള കഥാപാത്രങ്ങളുടെ, അതിരുകൾ താണ്ടിയ ദൃശ്യ വൈഭവത്തിന്റെ, അതിരുകളില്ലാത്ത സാങ്കല്പിക ലോകത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ് ബാഹുബലി ദ എപ്പിക്. ബാഹുബലി ദ ബിഗിനിങ്ങിൽ പൽവാൽ ദേവന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഒരു രംഗമുണ്ട്. ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സീക്വൻസ്. കഠിനമായ വെയിലേറ്റ് പ്രതിമയേന്തിയ കയർ ഒരു വൃദ്ധന്റെ കയ്യിൽ നിന്ന് വീഴുന്നു. പ്രതിമ വീണുടയുമെന്ന് കരുതുന്നിടത്ത് കൈവിട്ടുപോയ കയർ കയ്യിലേന്തി 100 അടി വരുന്ന ശില്പത്തിന്റെ ഭാരം മൊത്തം പ്രഭാസ്, ശിവ തന്റെ തോളത്തിടുന്നു. ശേഷം വീണുപോയ വ്യക്തിയെ കൈകൊടുത്ത് എഴുന്നേൽപ്പിച്ച് ആ കയർ അയാൾക്ക് നേരെ നീട്ടുന്നിടത്ത് പ്രഭാസിന്റെ മുഖം മറച്ചിരുന്ന തുണി കാറ്റിനാൽ മുഖത്ത് നിന്ന് വീണു പോകുന്നു. പ്രഭാസിനെ കണ്ടതോടെ വൃദ്ധന്റെ മുഖത്ത് വന്നു ചേരുന്നൊരു ഭാവമാറ്റമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട തന്റെ രാജാവ് വ്യത്യാസം ഏതുമില്ലാതെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നെ കാണുന്നത് അയാൾ ആ രാജാവിന്റെ പേര് ഉരുവിട്ട് ശക്തിയായി മുന്നോട്ടായുന്നതാണ്. തന്റെ കൂടെയുള്ളവരും ആ പേര് ആഞ്ഞുച്ചരിച്ചു. തന്റെ പ്രതിമ ഉയരത്തിൽ അമരുമ്പോൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന പേര് കേട്ട് പൽവാൽ ദേവന്റെ ശരീരമാകെ രൗദ്രഭാവത്താൽ നിറയുന്നു. തന്റെ ഭർത്താവിന്റെ പേര് കേട്ടതും അരിശം കയറുന്ന ദുഷ്ടനായ രാജാവിനെ നോക്കി ദേവസേന ഒരു ചിരി ചിരിക്കുന്നു. ഒരു കഥാപാത്രത്തിന് നൽകാൻ സാധിക്കുന്ന ബിൽഡപ്പ് സീനിന്റെ പീക്കാണതെന്ന് നിസ്സംശയം പറയാം. 100 അടി പ്രതിമയിലല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനമാണ് പ്രധാനമെന്ന് പ്രേക്ഷകരെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ രാജമൗലിക്ക് അവിടെ സാധിച്ചു. അമരേന്ദ്ര ബാഹുബലി ആ നാട്ടിലുള്ളവർക്ക് ആരായിരുന്നുവെന്നും അയാൾ എത്രത്തോളം പവർഫുൾ ആയിരുന്നുവെന്നും റാണിയുടെ മുഖഭാവത്തിൽ നിന്ന് മാത്രം പ്രകടമായി. മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയനെ വധിച്ച വീരാതിവീരൻ. അതായിരുന്നു ജീവിച്ചിരുന്ന സമയത്ത് അമരേന്ദ്ര ബാഹുബലിക്ക് ചാർക്കപ്പെട്ട വിശേഷണങ്ങൾ. എന്നാൽ അതേ ശിവഗാമിയുടെ അറിവോടെ അയാൾ തന്റെ മാമനായി കണ്ട കട്ടപ്പയുടെ കയ്യാൽ മരണപ്പെടുന്നു. രാജാവാകാതെ രാജകീയമായൊരു മടക്കം. രണ്ടാം ഭാഗത്തിൽ ആ ലോകം ബൃഹത്തായപ്പോൾ അമരേന്ദ്ര ബാഹുബലിയുടെ മകൻ മഹേന്ദ്ര ബാഹുബലി ആ സിംഹാസനത്തിൽ ഇരുപ്പുറപ്പിക്കുന്നിടത്താണ് സിനിമ അവസാനിച്ചത്. മൂന്നാം ഭാഗം എന്ന ചോദ്യം അന്നും പിന്നീട് പല സമയങ്ങളിലുമായി രാജമൗലിക്ക് നേരെ ഉയർന്നു. എന്നാൽ അതിനൊരു ഉത്തരം എവിടെ നിന്നും ലഭിച്ചില്ല. ആ സമയത്താണ് സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത്. റീറിലീസുകൾ സ്ക്രീനുകൾ വാഴുന്ന കാലത്ത് അതിലും പുതുമ കണ്ടെത്തുകയാണ് രാജമൗലി. 2015 ബിഗിനിങ്ങും 2017 കൺക്ലൂഷനും ഒരുമിപ്പിച്ച് റീമാസ്റ്റർ ചെയ്ത് റീകട്ട് ചെയ്ത് ഒരു പുത്തൻ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് കളമൊരുക്കുകയാണ് അദ്ദേഹം. താൻ 10 വർഷം മുൻപ് ചെയ്തു വെച്ചൊരു സിനിമയുടെ റീറിലീസ് വർക്കുകൾക്കായി രാജ്യമൊത്തം അക്ഷമരായി കാത്തു നിൽക്കുന്ന മഹേഷ് ബാബു ചിത്രത്തിന്റെ ഷൂട്ട് നിർത്തിവച്ചിരിക്കുകയാണ് ആ സംവിധായകൻ. ആ ഫ്രാഞ്ചൈസിയോട് ആരാധകർക്കുള്ള ക്രേസ് ഒന്നുകൊണ്ട് മാത്രം. US സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ടോട്ടൽ റൺ ടൈം 3 മണിക്കൂർ 44 മിനിറ്റാണ്. 2 സിനിമകളും ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം ഇതുവരെ കാണാത്ത അൺസീൻ ഫുട്ടേജുകളും ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത്. തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ, തമിഴ് തുടങ്ങി മേജർ വേർഷനുകളിലെല്ലാം റിലീസുണ്ട്. ഇന്ത്യക്ക് പുറത്ത് US, UK തുടങ്ങി പ്രധാന രാജ്യങ്ങളിലും സിനിമ പുറത്തിറങ്ങുന്നു. അങ്ങനെ ഗ്രാൻഡ് ആയൊരു റീറിലീസ്. ബാഹുബലി എത്തുന്നതോടെ ഇന്ത്യൻ സിനിമയിലെ സകല റീറിലീസ് റെക്കോർഡുകളും തകർന്നു വീണേക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ഒക്ടോബർ 31 സിനിമയുടെ റിലീസ്. പണമല്ല റിലീസിന് പിന്നിലെ പ്രധാന എയിം. സിനിമയുടെ മാജിക് വീണ്ടും തിയേറ്ററുകളിൽ റിലീവ് ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഡോൾബി സിനിമയുണ്ട്, സ്ക്രീനുകളുടെ ക്വാളിറ്റി കൂടി. ആദ്യ ഭാഗത്തിന് IMAX റിലീസ് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ 4DX ഉണ്ട്, കൂടുതൽ വലിയ ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ബാഹുബലി ടിവിയിലും മൊബൈലിലും മാത്രം കണ്ടൊരു തലമുറയുണ്ട്. അവരോടൊപ്പം പണ്ട് തിയേറ്ററിൽ കണ്ടവർക്കും വേണ്ടിയുള്ള ഒരു ലാർജർ വേർഷനായാണ് സിനിമ വീണ്ടും എത്തുന്നതെന്നാണ് നിർമ്മാതാവ് ഷോബു യാർലഗഡ പറയുന്നത്. പ്രഭാസ് എന്ന നടനെ കൂടി സെൻസേഷനാക്കിയ സിനിമയാണ് ബാഹുബലി. ആ കഥാപാത്രത്തിന്റെ ഓറ മുഴുവൻ തന്റെ പെർഫോമൻസിലൂടെ അയാൾ പുറത്തെടുത്തു. ഒരു നടനിൽ നിന്ന് സൂപ്പർ താരത്തിലേക്കുള്ള പരിവേഷം ബാഹുബലി അദ്ദേഹത്തിന് നൽകി. പിന്നീട് പല സിനിമകളും വന്നുപോയെങ്കിലും ബാഹുബലി നേടിക്കൊടുത്ത ജനപ്രീതി മറ്റൊരു സിനിമയിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകില്ല. ബാഹുബലിയാകാൻ മറ്റൊരു താരത്തെയും സങ്കല്പിക്കാനാകാത്ത വിധമായിരുന്നു ആ പ്രകടനം. ആ പെർഫോമൻസിന് കിടപിടിച്ച് പലയിടത്തും അതിന്റെ മുകളിൽ നിന്ന് തോന്നിപ്പിച്ചു കൂടെയുള്ളവരും. രമ്യാകൃഷ്ണനും റാണാ ദഗുപതിയും സത്യരാജും അനുഷ്കയും ആ രാജകീയ ലോകത്തിന്റെ പ്രൗഢിയെ ഘനഗംഭീരമായാണ് ഉയർത്തിയത്. ആരായിരുന്നു അമരേന്ദ്ര ബാഹുബലി? ആരായിരുന്നു ദേവസേന? കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു? രാജമാതാ എന്തിന് ബാഹുബലിയെ കൊല്ലാൻ പറഞ്ഞു? അങ്ങനെ മനസ്സിലുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമുക്ക് കിട്ടി ബോധിച്ചതാണ്. എങ്കിലും മഹിഷ്മതി എന്ന വിസ്മയ ലോകം വീണ്ടും മുന്നിലേക്ക് എത്തുമ്പോൾ നോ പറയാൻ പലർക്കും സാധിച്ചേക്കില്ല. ആ സിനിമ നൽകിയ എക്സ്പീരിയൻസ് തന്നെ അതിനു കാരണം. പഴകും തോറും വീര്യം കൂടുന്ന ഒരു വിഷ്വൽ ജേണിയാണ് ആ സിനിമ.
എപ്പിക് സ്ക്രീനുകളിലെത്തുമ്പോൾ ആ എക്സ്പീരിയൻസ് കൂടുതൽ മനോഹരമാകും. കൂടാതെ മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഒരുപക്ഷെ സിനിമ ഒളിപ്പിച്ചേക്കാം.